ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾക്ക് പിന്നാലെ ശ്രീകോവിലിന്റെ കട്ടിളയിലെ സ്വർണവും നഷ്ടമായെന്ന് സംശയം. കട്ടിളയിലെ സ്വർണം പൊതിഞ്ഞ പാളികളും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിട്ടുകൊടുത്തത് ചെമ്പെന്ന് രേഖപ്പെടുത്തിയാണെന്നതിന്റെ തെളിവുകൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടു. ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൂശാൻ ചെന്നൈയിൽ കൊണ്ടുപോയി തിരികെ കൊണ്ടുവന്നപ്പോൾ തിരുവാഭരണം കമ്മീഷണർ മഹസറിൽ ഒപ്പുവെച്ചില്ല. വ്യാജരേഖാ കേസിൽ അറസ്റ്റിലായ ഉദ്യോഗസ്ഥനാണ് മഹസർ തയ്യാറാക്കിയത് എന്നതും ദുരൂഹമാണ്. മഹസറിന്റെ കോപ്പിയും ന്യൂസ് മലയാളം പുറത്തുവിട്ടു. ദ്വാരപാലക ശില്പങ്ങളുടെ പാളികളിലെ സ്വർണത്തിന് പുറമെ ശ്രീകോവിലിന്റെ വശങ്ങളിലുള്ള 2 പാളികളിലെ സ്വർണവും ഉണ്ണികൃഷ്ണൻ പോറ്റി കൈക്കലാക്കിയതിലേക്കാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത്. ശ്രീകോവിലിന്റെ വാതിൽ നിർമ്മിച്ചു നൽകുന്നതിന്റെ മറവിലാണ് കട്ടിളയിലെ സ്വർണമോഷണം. 1999 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളി പുതുതായി നിർമ്മിക്കുന്ന വാതിലിനൊപ്പം സ്വർണം പൂശി നൽകാമെന്ന് കാണിച്ച് പോറ്റി കത്ത് നൽകി. നിലവിൽ സ്വർണത്തിൽ പൊതിഞ്ഞ കട്ടിളപ്പാളി ചെമ്പ് പാളിയെന്നെഴുതി 2019 മാർച്ച് 20 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനായി ദേവസ്വം ബോർഡ് ഉത്തരവിറക്കി. സ്വർണ്ണക്കട്ടിളയും ചെമ്പാണെന്ന രേഖയിൽ പോറ്റിക്ക് കൈമാറിയിട്ടുണ്ടെന്ന ന്യൂസ് മലയാളം വാർത്ത അന്നത്തെ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. പ്രിലിമിനറി റിപ്പോർട്ട്, ഒരു അപേക്ഷ അനുവാദത്തിന് അയക്കുന്ന റിപ്പോർട്ടിൽ ഞാൻ തെറ്റായി രേഖപ്പെടുത്തിയിരുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ആ കാര്യങ്ങളൊക്കെ ബോർഡ് പരിശോധിക്കട്ടെ. ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൂശാൻ ചെന്നൈയിൽ കൊണ്ടുപോയി തിരികെ കൊണ്ടുവന്നപ്പോഴുള്ള നടപടികളും ദുരൂഹമാണ്. ശബരിമല ക്ഷേത്രത്തിലെ സമ്പത്തിന്റെ ഔദ്യോഗിക സംരക്ഷകനായ തിരുവാഭരണം കമ്മീഷണറോ ഗുണമേന്മയും അളവും തിട്ടപ്പെടുത്തേണ്ട ദേവസ്വം സ്മിത്തോ വിജിലൻസ് ഉദ്യോഗസ്ഥനോ മഹസറിൽ ഒപ്പുവച്ചിട്ടില്ല. അതേസമയം മഹസർ തയ്യാറാക്കിയത് വ്യാജരേഖകളുണ്ടാക്കി പണം തട്ടിയെടുത്തതിന് വിജിലൻസ് കേസിൽ പ്രതിയായ ഉദ്യോഗസ്ഥനും. നിലയ്ക്കലിലെ ദേവസ്വം മെസ്സിലേക്കും അന്നദാനത്തിനുമായി സാധനങ്ങൾ വാങ്ങിയ ഇടപാടിൽ വ്യാജരേഖകൾ വഴി 50 ലക്ഷത്തിലേറെ രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതികളായ VS രാജേന്ദ്ര പ്രസാദാണ് മഹസർ തയ്യാറാക്കിയത്. കേസിൽ പ്രതിയായ മറ്റൊരു ഉദ്യോഗസ്ഥൻ J ജയപ്രകാശിന്റെ പേരും മഹസറിലുണ്ട്. നിലവിൽ വിജിലൻസ് കേസിൽ നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്ന 2 പേരെ കൊണ്ടാണ് അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ഇരിക്കുന്നത്. 1 രാജേന്ദ്ര പ്രസാദ് എക്സിക്യൂട്ടീവ് ഓഫീസർ, 2 ജയപ്രകാശ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇവരാണ് ഇതിനു മുന്നിൽ എൻ്റെ 2 കേസിലെയും വിജിലൻസിൻ്റെ അന്വേഷണം നേരിടുന്നവരും പ്രഥമദൃഷ്ട്യാ കേസുണ്ടെന്ന് ആദ്യത്തെ കേസ് പിടിക്കുകയും രണ്ടാമത്തെ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അഴിമതി കേസിലെ വിജിലൻസ് കേസിലെ അന്വേഷണം നേരിടുന്നവർ ശബരിമലയെ പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. അത് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ പറഞ്ഞ 2 പേരെ അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയത് മുതൽ തിരികെ എത്തിക്കുന്നതുവരെ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന സൂചനകളാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. ന്യൂസ് മലയാളം, കൊല്ലം.